തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ രോഗികളായ മാതാപിതാക്കളെ കയറ്റാൻ വാഹനം റോഡ് സൈഡിൽ നിർത്തിയതിന് പോലീസ് പിഴ ചുമത്തിയെന്ന് പരാതി. ഡോർ വലിച്ചു തുറന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ കാറിൽ കയറിയിരുന്നു എന്നാണ് മലയൻകീഴ് സ്വദേശി പ്രസാദ് നൂറനാടിന്റെ പരാതി. മാതാപിതാക്കളെയും കൊണ്ട് മണിക്കൂറുകളാണ് പോലീസ് സ്റ്റേഷനിൽ നിൽക്കേണ്ടി വന്നതെന്നും മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ പറയുന്നു. തമ്പാനൂർ ഫ്രണ്ട് ഞാൻ അച്ഛനെ അമ്മയും കയറ്റാൻ വേണ്ടി വന്നതാണ്. വണ്ടി ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടില്ല. അവര് ബസ്സിൽ ഇറങ്ങി ഇവിടെ വരുന്ന ദൂരെ ഞാൻ ഇരുന്നുള്ളൂ. അപ്പൊ സാറിന് ഇവിടെ പാർക്ക് ചെയ്ത് ശരിയായില്ല, സ്റ്റേഷൻ കൊണ്ട് ഇപ്പൊ ഫൈൻ അടക്കണമെന്ന്. അതാണ് സാറ് പറയുന്നത്. ഒരു മനസാക്ഷി വേണ്ടേ? ഇവിടെ തമ്പാനൂര് അച്ഛനെ അമ്മയെ കയറ്റാൻ ആശുപത്രി പോകാൻ വേണ്ടി വന്നവരാ. തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ അച്ഛനെ അമ്മയെ കയറ്റാൻ വന്നാണ്. അച്ഛനെ അമ്മയെ കയറ്റാൻ വന്നതാണ്. അപ്പൊ പുള്ളിക്ക് പെറ്റിയടിക്കണം. ഇതാ അച്ഛനും സ്റ്റേഷനിലെ അമ്മയും സ്റ്റേഷനിലെ ഇവിടെ തമ്പാനൂർ ഫ്രണ്ട് ഞാൻ അച്ഛനെ അമ്മയും കയറ്റാൻ വേണ്ടി വന്നതാണ്. മേഘന മുരളി വിവരങ്ങളുമായി. മേഘന, എന്താണ് പ്രസാദ് നൂറനാടിന്റെ പരാതി? അനുജ, തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിൽ പരാതിയായി പറയുന്നത് ഈ അനാവശ്യമായി പിഴ ചുമത്തിയെന്നും നിർത്താത്ത വാഹനത്തിന്, പാർക്ക് ചെയ്യാത്ത വാഹനത്തിന് പിഴ ചുമത്തി, പോലീസ് അസഭ്യം പറഞ്ഞു, മോശമായി പെരുമാറി എന്നതൊക്കെയാണ്. അത് കാണിച്ച് ഇപ്പോൾ DGPക്കും മുഖ്യമന്ത്രിക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നതും ഈ നൂർനാട് സ്വദേശി, മലയൻകീഴ് സ്വദേശിയായിട്ടുള്ള പ്രസാദ് രോഗികളായ അമ്മയെയും അച്ഛനെയും ബസ് സ്റ്റാൻഡിൽ നിന്ന് കൂട്ടാൻ കാറിലെത്തിയതാണ്. അതിനുശേഷം അമ്മയും അച്ഛനെയും അവിടെ നിന്ന് കൂട്ടി തിരിച്ചു പോകാമെന്ന് പോലീസിനോട് അറിയിച്ചു. അവിടെ പാർക്ക് ചെയ്തിട്ടില്ല, ഒരു നിമിഷങ്ങൾ മാത്രമാണ് അവിടെ നിർത്തിയിട്ടത്. പക്ഷേ പോലീസ് വരുന്നു, പിഴ ചുമത്തുന്നു, അതുപോലെ തന്നെ ഡോർ വലിച്ചു തുറന്ന് കാറിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറയുന്നു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളിലടക്കം നമുക്കിത് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ പ്രസാദ് പറയുന്നത് രോഗികളായ അമ്മയും അച്ഛനുമാണ്. അവരെ അവിടെ അരികിലൊന്ന് നിർത്തി അവരെ കൂട്ടി തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. ഇനി പിഴ ചുമത്തണം, പെറ്റി അടിക്കണമെങ്കിലും ഓൺലൈനായി പെറ്റി അടിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ അത് ചെയ്തില്ല. മറിച്ച് അനാവശ്യമായി അസഭ്യം പറഞ്ഞു, മോശമായി പെരുമാറി, അതുപോലെ തന്നെ ഡോർ വലിച്ചു തുറന്ന് ആ പൊതുമധ്യത്തിൽ നിന്ന് മോശമായി പെരുമാറി എന്നുള്ളതാണ്. കൂടാതെ ഈ രോഗികളായ അമ്മയും അച്ഛനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകളോളം നിൽക്കേണ്ടി വന്നു എന്നും ഈ വ്യക്തി പറയുന്നുണ്ട്. അത് ഓൺലൈനായി പെറ്റിയടിക്കാനുള്ള സംവിധാനം, പെറ്റി അടക്കാനുള്ള സംവിധാനം നിലവിലുണ്ട്. പക്ഷേ അതിനുള്ള ഒരു മര്യാദ പോലും പോലീസ് കാണിച്ചില്ല എന്നും പരാതിയായി പറയുന്നുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ ഈ ആരോപണം വ്യക്തമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഈ ദൃശ്യങ്ങൾ വൈറലാണ്. പക്ഷേ എന്താണ് ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്നുള്ളത് നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ഇപ്പോൾ DGPക്കും മുഖ്യമന്ത്രിക്കുമാണ് ഈ ഒരു സംഭവം കാണിച്ച് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ശരി, പോലീസിനെതിരെയാണ് മലയൻകീഴ് സ്വദേശി പ്രസാദ് നൂറനാടിന്റെ പരാതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.